പ്രിയപ്പെട്ട സഖാക്കളെ, ഇതിഹാസോജ്വലമായ പുണ്യപ്രബല സമരത്തിൻ്റെ 79ാമത് വാർഷിക വാരാചരണം ഇന്ന് വൈകുന്നേരം വയലാറിൽ നമ്മുടെ ആരാധ്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പ്രസംഗിച്ചതോടെ അവസാനിച്ചിരിക്കുകയാണ്. 78 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സമരം. അത് ഓരോ വർഷം ചെല്ലുന്തോറും സമരത്തിൻ്റെ പ്രസക്തിയും ആ സമരത്തിൽ സഖാക്കൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങളും ഇന്നും നമ്മുടെ മുന്നിൽ അത് കൂടുതൽ ശക്തമായി മുന്നിൽ നിൽക്കുകയാണ്. ഒരു സമരം നടക്കുമ്പോൾ വാസ്തവത്തിൽ ഒരു സമരമല്ല, വിപ്ലവമായിരുന്നു. ഒക്ടോബർ മാസം 20-ാം തീയതി മുതൽ 27-ാം തീയതി വരെ അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ മനാശ്ശേരിയിലും ഉളതലയിലും മാരാരിക്കുളത്തും വയലാറിലും പുന്നപ്പറയിലും അടക്കം നടന്ന ആയുധമേന്തിയുള്ള പോരാട്ടങ്ങൾ. ആ പോരാട്ടങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് നമുക്ക് ഇന്ത്യ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയത്. ഒരു വിപ്ലവത്തിൻ്റെ വാർഷികം നാം ആഘോഷിക്കുമ്പോൾ ആ വിപ്ലവത്തിൽ സഖാക്കൾ ഉയർന്ന മുദ്രാവാക്യം എത്രമാത്രം സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് പരിശോധിക്കുകയും അങ്ങനെ പരിശോധിച്ച് വരുമ്പോൾ അന്ന് സഖാക്കൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങളിൽ എന്തെങ്കിലും നടപ്പാക്കാനുണ്ടെങ്കിൽ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മപരിപാടികൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് ഓരോ വിപ്ലവത്തിൻ്റെയും വാർഷികം നാം ആഘോഷിക്കുമ്പോൾ നാം ചെയ്യേണ്ടതെന്ന് സഖാവ് ലെനിൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ അന്ന് മുദ്രാവാക്യം പ്രായപൂർത്തി വോട്ടവകാശത്തിനും ജനാധിപത്യത്തിലും രാജ്യത്തെ സ്വാതന്ത്ര്യം വെല്ലു ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും ഇന്നും അതെല്ലാം വലിയ രൂക്ഷമായ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ വിപ്ലവത്തിൻ്റെ വാർഷികം നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് സ്വാഭാവികമായും അന്ന് ഉണ്ടായിരുന്ന കാലഘട്ടത്തെ കൂടെ പരിശോധിക്കണം. 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാലഘട്ടം. നമ്മുടെ തിരുവിതാംകൂറിൽ മനുഷ്യരെ ഭരിച്ചിരുന്നത് ജാതി ജന്മി നാടുവാഴ്ച വ്യവസ്ഥിതിയാണ്. എന്ന് പറഞ്ഞാൽ പിന്നോക്ക ജാതിക്കാർക്ക് വഴി നടക്കാനും അമ്പലത്തിൽ ആരാധനയ്ക്ക് പോകാനും പള്ളിക്കൂടത്തിൽ പോകാനുള്ള അവസരമില്ല. അടിമ സമാനമായ ജീവിതം. ജോലി എടുത്താൽ കൂലി കിട്ടില്ല. തമ്പുരാൻ്റെ ആട്ടും തുപ്പും വാങ്ങിക്കിടക്കുന്ന സ്ഥലം. ജന്മിമാരുടെ അവർ പറയുന്ന പോലെ എല്ലാം ചെയ്യണം. കൊടുക്കുന്നത് കൂലിയാൻ എന്നാണ് പറയുന്നത്. കൂലി കൊടുക്കുകയല്ല, കൂലിയാനാണ് കൊടുത്തുകൊടുക്കുന്നത്. ഇതെല്ലാം കൊണ്ട് സഹിച്ചിട്ടാണ് അന്ന് യത്യന്തരമില്ലാതെയാണ് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവണ്ടേ. നമ്മന്ന് കണ്ടു 19ാം നൂറ്റാണ്ട് അവസാന കാലഘട്ടത്തിൽ 19ാം നൂറ്റാണ്ടിലാകെ നവോത്ഥാന നായകന്മാർ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നു. ആ നവോത്ഥാന നായകന്മാരുടെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ തിരുവിതാംകൂറിലും കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിച്ചു. ശ്രീനാരായണ ഗുരുദേവനും അതുപോലെ ചട്ടമ്പിസ്വാമികളും അയ്യങ്കാളിയും അടക്കമുള്ള ആളുകൾ. അതിനു മുൻപ് ആറാട്ടുപുഴ വിലായത്ത് പണിക്കർ ഇപ്പോൾ ഉള്ളതാണ്. ആറാട്ടുപുഴ വിലായത്ത് പണിക്കരുടെ ജീവിതം നമുക്കറിയാം. അന്ന് വഴി നടക്കാൻ മാത്രമല്ല, ചന്തയിൽ പോകാൻ പോലും അവകാശമില്ല പാവപ്പെട്ട സ്ത്രീജനങ്ങൾക്ക്.
മാറുമറിക്കാനുള്ള അവകാശമില്ല. അതിനൊക്കെ ഒരു പരിധിവരെ പരിഹാരം കാണാൻ അദ്ദേഹം നേരിട്ടിറങ്ങി ജന്മിമാരുമായി യുദ്ധം ചെയ്ത് അവകാശം സ്ഥാപിച്ചെടുക്കുകയുണ്ടായി. കുട്ടനാട്ടിലെ കർഷകർ കൂലിയടിമകളായി കർഷക തൊഴിലാളികളെ ഇരുത്തിയപ്പോൾ അതിനെതിരെ കർഷക തൊഴിലാളി സംഘടിപ്പിച്ചുകൊണ്ട് സാധ്യമായി സമരം ചെയ്ത് ആറാട്ടുപുഴയിലായിരുന്നു. ആ സമരം വിജയിച്ചു. ആ സമരമൊക്കെ വിജയിച്ചതിന് ശേഷമാണ് തിരുനാരായണ ഗുരുദേവനും ഒക്കെ അവിടെ എത്തുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ഈ അയിത്തത്തിനെതിരെ അല്ലെങ്കിൽ പിന്നോക്ക ജാതിക്കാരനെ പ്രശ്നകൽപ്പിക്കുന്നതിനെതിരെ ഉള്ള ശക്തമായ ആശയ സമരങ്ങളും സംവാദങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ആരംഭിച്ചിട്ടുണ്ടായി. അതിനുപരമായി പിന്നോക്ക സമുദായത്തിൽ ജനിച്ചവർക്ക് ഒരു പരിധിവരെ ഉയർന്ന പഠിക്കാനുള്ള അവസരം കിട്ടിയെങ്കിൽ പോലും അന്നും അവരെ ശക്തമായി സംഘടിപ്പിക്കാൻ ഉള്ള കാര്യങ്ങളൊന്നും നടന്നില്ല. തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ എന്ന് പറയുന്ന ട്രേഡ് യൂണിയൻസ് പ്രസ്ഥാനം ആദ്യമായി ഉണ്ടാക്കി. കയർ ഫാക്ടറി തൊഴിലാളി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ പട്ടണത്തിൽ വൻകിട കയർ ഫാക്ടറികളാണ്. വില്യം ഏക്കർ, മാസ്മിൻ വോള്, ബോംബെ കമ്പനി, ഡാറസ് ബെയിൽ അടക്കമുള്ള വൻകിട കയർ ഫാക്ടറികൾ, സായിപ്പന്മാരുടെ കയർ ഫാക്ടറികൾ. ഇവിടെയെല്ലാം ജോലിയെടുക്കുന്ന പാവപ്പെട്ട കയർ ഫാക്ടറി തൊഴിലാളിക്ക് കൂലി കൊടുക്കില്ല. കൂലിക്ക് പകരം അവന് ഭക്ഷണം ഉണ്ടെങ്കിൽ ഹോട്ടലിൽ പോയി കഴിക്കാം, അതിൻ്റെ കാശ് മുതലാളി കൊടുക്കും. മുടി വെട്ടണമെങ്കിൽ അതിൻ്റെ കാശ് മുതലാളി കൊടുക്കും. പിള്ളേർക്ക് പുസ്തകം മേടിക്കണം, അതിൻ്റെ ഉടുപ്പ് മേടിക്കണം, അത് തുണിക്കടയിൽ പോയി മേടിക്കണം, അതിൻ്റെ കാശ് മുതലാളി കൊടുക്കും. അത് അവസാനം ശനിയാഴ്ചയാകുമ്പോൾ മൂപ്പൻ്റെ വീടിൻ്റെ തിണ്ണെ പോയി ക്യൂ നിന്ന് ഇതെല്ലാം കുറച്ച് കഴിഞ്ഞ് മൂപ്പൻ തരുന്ന കാശ് വാങ്ങിച്ചിട്ട് പോകണം. ഇതായിരുന്നു സ്ഥിതിവിശേഷം. പെയിൻ്റ് വേസ്റ്റ് ആക്ട് വന്നതിന് ശേഷം പോലും ഇതാണ് സ്ഥിതി. പേയ്മെൻറ്റ് ഓഫ് വേജസ് ഷാൽ ബി പെയ്ഡ് ഇൻ ക്യാഷ്, എയ്തർ ഇൻ ക്യാഷ് ഓർ ഇൻ കറൻസി നോട്ട്സ് എന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ അതൊന്നും നടന്നിരുന്നില്ല. അത് ശക്തമായ ഒരു പ്രതിഷേധം. കയർ തൊഴിലാളിയെ അടിമകളെപ്പോലെ കണ്ടിരുന്നു. മൂപ്പന്മാരുടെ ഭരണമായിരുന്നു അന്ന്. സായിപ്പന്മാരുടെയും മൂപ്പന്മാരുടെ ഭരണം അതോടെ. അത് ആ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ കർഷക തൊഴിലാളിയുടെ സ്ഥിതി അത് തന്നെയായിരുന്നു. കർഷക തൊഴിലാളി പകലന്തിയോളം പാടശേഖരങ്ങളിൽ പണിയെടുത്താൽ അവർക്ക് കിട്ടുന്ന കൂലി, അത് കൂലിയാനാണ് പറയുന്നതോടൊപ്പം തന്നെ പതിരും മങ്കും ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർ സംഘടിപ്പിക്കുന്നു. അവസാനം നമ്മുടെ നവോത്ഥാന നായകന്മാരെ ഇവിടെ ഉണ്ടാക്കിവിട്ട ആ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ നവോത്ഥാന പ്രസ്ഥാനത്തോടൊപ്പം തന്നെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ കൊടുക്കുന്നുണ്ടായി. ആ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളാണ് പിന്നീട് അമ്പലപ്പുഴ താലൂക്കിൽ, അതുപോലെ ചേർത്തല താലൂക്കിൽ അന്ന് നമ്മുടെ തിരുവിതാംകൂർ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവിൻ്റെ ഭരണത്തിനെതിരെ സ്വാഭാവികമായും പ്രതിഷേധം ഉയർത്തുകയുണ്ടായി. തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം കയർ ഫാക്ടറി തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ കർഷക തൊഴിലാളികളും തെങ്ങേറ്റ തൊഴിലാളികളും അടക്കമുള്ള തൊഴിലാളി വർഗം അവരുടെ അടിയന്തരാവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. 26 അടിയന്തരാവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. 26 അടിയന്തരാവശ്യങ്ങൾ പ്രധാനമായിട്ടും അവരുടെ കൂലിയുടെ പ്രശ്നം, അവർ ബോണസ്, അവർക്ക് വിശ്രമിക്കാനുള്ള സമയം, ഓവർ ടൈം വേതനം, ഇതടക്കമുള്ള 23 അടിയന്തരാവശ്യം. 24, 25, 26 അത് പൊളിറ്റിക്കൽ ആവശ്യങ്ങളാണ്, രാഷ്ട്രീയ ആവശ്യങ്ങളാണ് വെച്ചിരുന്നത്. സ്വാഭാവികമായും ഇവിടെ അന്ന് നമ്മുടെ തിരുവിതാംകൂർ രാജാവിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സർ CP രാമസ്വാമി അയ്യർ ദിവാൻ അവിടെ നമ്മൾ ചർച്ചയ്ക്ക് വിളിച്ചു. ട്രേഡ് യൂണിയൻ നടക്കുമ്പോൾ ചർച്ച വിളിച്ചു. TV തോമസാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ സർ CP പറഞ്ഞ് നിങ്ങൾക്കെല്ലാം തരാം, 23 അടിയന്തരാവശ്യം തൊഴിലാളിയുടെ ആവശ്യങ്ങൾ, അതിൽ പകുതിയും നേടിത്തരാം, നിങ്ങൾക്ക് ബോണസ് കൂട്ടിത്തരാം, അതുകൊണ്ട് ഇത് നിങ്ങളുടെ ആവശ്യമാണ്, ബാക്കി 3 കാര്യങ്ങളും നിങ്ങളുടേതല്ല.
അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പ്രസ് ചെയ്യണം, ഇത് പിൻവലിക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് വീണ്ടും ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്ന് പറയുമ്പോൾ നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ 23 അടിയന്തരാവശ്യങ്ങൾ വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് അവസാനം പറഞ്ഞ 3 അടിയന്തരാവശ്യങ്ങൾ പരിഹാരം ഉണ്ടാകണം. ഒന്ന്, പ്രായപൂർത്തി വോട്ടവകാശം വേണം. 2, നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം വേണം. 3, ദിവാൻ ഭരണം കെട്ടുകെട്ടണം. ഇതാണ് വെച്ച മുദ്രാവാക്യങ്ങൾ. ഈ മുദ്രാവാക്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടില്ല ഞങ്ങൾ സമരം അവസാനിപ്പിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സുകാരടക്കമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അതിനൊരു സമരം 46 ചെയ്യേണ്ട കാര്യത്തിൽ. കാരണം 1945 രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാരൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാൻ സമ്മതിച്ചതാണ്. പിന്നെ ഇതിനെ 46 ഇതുപോലെ സമരം ചെയ്യുന്നത്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യുന്നു. കാരണം 45 ബ്രിട്ടീഷുകാരൻ നമുക്ക് തരാം എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യത്തിന് 2-3 ഇടങ്കോലുകളുണ്ടായി. ഒന്ന് നമ്മുടെ രാജ്യം രണ്ടായിട്ട് വെട്ടിപിരിക്കും, ഹിന്ദുസ്ഥാനെന്നും പാകിസ്ഥാനെന്നും രണ്ടായിട്ട്. അത് സ്വാഭാവികം നടന്നു കഴിഞ്ഞു. മറ്റൊരു കാര്യം പറഞ്ഞിരുന്നത്, ഈ നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് 600ഓളം നാട്ടുരാജാക്കന്മാരുണ്ട്. ഈ 600 നാട്ടുരാജാക്കന്മാർക്കും വേണമെങ്കിൽ അവർക്ക് സ്വയം സ്വതന്ത്രമായി ഭരണം നടത്താം, ഇല്ലെങ്കിൽ ഇന്ത്യ യൂണിയനിൽ ലയിക്കാം. സ്വാഭാവിക ഇങ്ങനൊരു മുദ്രാവാക്യം, ഇങ്ങനൊരു ഡിമാൻഡ് വയ്ക്കുമ്പോൾ ആ ഡിമാൻഡ് പിടിച്ച് രാജാക്കന്മാർ നിന്നു, ഞങ്ങളെല്ലാം സ്വതന്ത്രമായിട്ട് ഭരിക്കാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ തിരുവിതാംകൂർ രാജാവിൻ്റെ സേനാപതി മുഖ്യമന്ത്രിയായിരുന്ന സർ CPM പറഞ്ഞു, ഞങ്ങൾ സ്വതന്ത്ര തിരുവിതാംകൂറാണ്. സ്വതന്ത്ര തിരുവിതാംകൂർ നമ്മൾ രാജ്യം നടപ്പാക്കുന്നതിന് വേണ്ടി അന്ന് രാജമണ്ഡലം, ഡൽഹിയിൽ രാജമണ്ഡലം കൂടുന്നത്, രാജമണ്ഡലത്തിൽ സർ CP പങ്കെടുത്തു. എന്നിട്ട് പ്രഖ്യാപിച്ചത് സ്വതന്ത്ര രാജ്യമാണ് തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യ യൂണിയനോട് ലയിക്കില്ല എന്ന് പച്ചയായിട്ട് പ്രഖ്യാപിച്ചു. അവിടെ ഇന്ത്യ യൂണിയൻ്റെ ആയിട്ട് ലയിക്കണം എന്നാണ് പ്രധാനമായിട്ട് നമ്മൾ മുദ്രാവാക്യം നമ്മൾ വെച്ചത്. അത് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ലായിരുന്നു. അതുകൊണ്ടാണ് സ്വാഭാവികമായും 1945 ശേഷം സ്വാതന്ത്ര്യം തരാമെന്ന് പറയുമെങ്കിൽ പോലും സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നമ്മുടെ രാജ്യം സ്വതന്ത്ര രാജ്യമായി നിൽക്കും എന്ന് കണ്ടത്. അതിനെ എതിർക്കുന്നതിന് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിൽ സമരം ആരംഭിക്കുന്നത്. സ്വാഭാവിക സമരത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കണം. ഒരു രാജാവിൻ്റെ സൈന്യം, ആ സൈന്യം അന്ന് അതുള്ള അത്യന്താധുനികളായ യുദ്ധോപകരണങ്ങൾ ഉണ്ട്. ഗണ്ണുണ്ട്, വെടിയുണ്ടകളുണ്ട്, മറ്റ് ആവശ്യമായ സാധനങ്ങളുണ്ട്, ബോംബുണ്ട്, എല്ലാം ഉണ്ട്. അവിടെ അവരാണ് ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് തമ്പടിച്ചത്. അവർ നേരിടാൻ പാവപ്പെട്ട തൊഴിലാളിക്കൊന്നും ഒന്നുമില്ല. അന്ന് നമുക്കുണ്ടായിരുന്ന ഒരു ഗുണം, ഒരു നേട്ടം, രണ്ടാം ലോകയുദ്ധത്തിൽ പങ്കെടുത്ത് തിരികെ വന്ന നമ്മുടെ സഖാക്കൾ അവരെല്ലാം ഈ പ്രദേശത്തുണ്ട്. അവർ നമ്മുടെ സഖാക്കളെ, ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ, ഈ സമരം നടത്താൻ പോകുന്ന സഖാക്കളെ അവർ വിളിച്ചു കൂട്ടി അവർ ട്രെയിനിങ് കൊടുത്തിട്ട് പറഞ്ഞ് ഇത് തോക്കാണ്, തോക്കിലുള്ള സ്വാഭാവികമായിട്ടും തോക്കിനെ നമുക്ക് നേരിടാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ആ തോക്ക് നേരിടണമെങ്കിൽ വാരിക്കുന്തം ഉണ്ടാവണം. അങ്ങനെ അലക് കറയ്ക്കാമ്പലം ചെത്തി അലകാക്കി വാരിക്കുന്തമാക്കി നമ്മൾ അന്ന് തുലാം 7-ന് അന്ന് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന അപ്പോളോ നെഹ്റുവിൻ്റെ വീടാണ് ഈ ക്യാമ്പ് ഓഫീസ്. പുന്നപ്പറയിൽ ക്യാമ്പ് ഓഫീസ് അപ്പോളോ നെഹ്റു എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാരൻ്റെ വീടാണ്. ആ വീട് മുന്നിലേക്ക് കൃത്യം 3 മണിക്ക് മാർച്ച് ചെയ്യുകയാണ്. ഈ തൊഴിലാളി മുഴുവൻ മാർച്ച് ചെയ്യുകയാണ്. അവിടെ അതിന് നേതൃത്വം നൽകിയത് സഖാവ് VS അച്യുതാനന്ദൻ, സഖാവ് PK ചന്ദ്രാനന്ദൻ, സഖാവ് ബെൻസാർ അടക്കമുള്ള നേതാക്കന്മാർ, VK കരുണാകരൻ അടക്കമുള്ള. അതിൽ നേരിട്ട് നിന്ന് മത്സരിച്ചാണ് HK ചക്രപാണിയും അതുപോലെ ഒളവത്ര കൃഷ്ണനും അടക്കമുള്ള കുഞ്ഞാഞ്ജലി സുകുമാരൻ അടക്കമുള്ള നേതാക്കന്മാർ. നേരിട്ട് ഏറ്റുമുട്ടി. പട്ടാളവുമായി, പോലീസ് രാജാവിൻ്റെ പട്ടാളവുമായി നേരിട്ട് ഏറ്റുമുട്ടി. അവിടെ തോക്കുകൾ ഗർജിച്ചു, നിറയൊഴിച്ചു. 60 കളത്തിൽ ഗോപാലൻ ആ കുന്തം പിടിച്ച കുന്തവുമായി ആ ക്യാമ്പിനകത്തോട്ട് ഓടിക്കേറി കഴിഞ്ഞ് അകത്ത് കയറുന്നുണ്ട്. സഖാവിനെ പറ്റി കണ്ടിട്ടേ ഇല്ല, ഒരു മനുഷ്യൻ പോലും കണ്ടിട്ടില്ല സഖാവിന്. എത്രയോ മനുഷ്യന്മാർക്ക് അവിടെ പിടഞ്ഞു വീട് മരിച്ചു.
വൈകുന്നേരമായപ്പോൾ എല്ലാത്തിനും കൊണ്ടുപോയി മരിക്കാത്തതിനെല്ലാം കുത്തി നിറച്ച് അവിടെ കൊണ്ടുപോയി പിരിച്ചൊഴിച്ച് ചുടുകാട്ടിട്ട് കത്തിക്കുകയായിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ടത് വളപത്ര കൃഷ്ണൻ അടക്കമുള്ള നേതാക്കന്മാർ. വളപത്ര കൃഷ്ണൻ അവിടുന്ന് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് സഖാവിനെ കൊണ്ടുപോയി രാത്രി ആരും കാണാതെ കടയിൽ താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി ഒരു കോൺഗ്രസ് നേതാവുള്ള തള്ളിച്ചക്രമുള്ള വീട്ടിൽ കൊണ്ട് പായിടത്ത് പൊതിഞ്ഞാൻ വെച്ചു. രാത്രിയായപ്പോൾ അവിടെ ജനക്കം വന്ന് അപ്പോൾ തള്ളിച്ചക്രവാളുടെ സഹധർമ്മിണി അത് കണ്ടു. അവർ അഴിച്ചുവിട്ട് അങ്ങനെ അദ്ദേഹം രക്ഷപ്പെട്ട് മരിക്കുന്നത് വരെ ആ സഖാവിന് ശബ്ദം ഉണ്ടാക്കാൻ പറ്റിയില്ല, വർത്താനം പറയാൻ പറ്റില്ല, അത്രയും മൃതപ്രായനായിട്ടുണ്ട്. അപ്പോൾ ഈ കർണാടകമുള്ള നേതാക്കന്മാർ അങ്ങനെ എത്രയോ സഖാക്കൾ ഇപ്പോഴും നമുക്ക് എത്രയാണെന്ന് പറയും. പുന്നപ്രയിലും വയലാറിലും അടക്കം നടന്ന വെടിവയ്പ്പിൽ മരിച്ച സഖാക്കളുടെ ഏകദേശം ഒരു കണക്ക് 1300 മുകളിൽ വരും എന്നാണ്. അവരൊന്ന് ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ നമുക്കൊരു പരിധി സാധിച്ചെടുക്കാൻ സാധിച്ചു. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. തിരുവിതാംകൂർ സ്വതന്ത്ര രാജ്യം, തിരുവിതാംകൂർ ഇന്ത്യയോട് ലയിച്ചു. നമ്മുടെ തൊഴിലാളി ഉയർത്തിയ മുദ്രാവാക്യങ്ങളിൽ നമുക്ക് പ്രായപൂർത്തി വോട്ടവകാശം കിട്ടി. അപ്പോൾ അന്ന് ആ സഖാക്കൾ ഉയർത്തിയ മുദ്രാവാക്യം ഒരാൾ വ്യക്തിപരമായി നേട്ടമുണ്ടാക്കാനല്ല, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ ഇതിഹാസോജ്വലമായ പോരാട്ടം. ആ പോരാട്ടത്തിന് ഫലമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഇവിടെ മാത്രമല്ല, ഈ പോരാട്ടം, ഈ വിപ്ലവം നമ്മുടെ ഇന്ത്യ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ തൊഴിലാളികൾ നടത്തി. ദേവാഗയിലും തെലങ്കാനയിലും അതുപോലെ തന്നെ ബോംബെ തുറമുഖത്തും ഒക്കെയുള്ള കലാപങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ കലാപങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഉള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞ ഓരോ പുന്നപ്രവയലാർ വാർഷികവും നമ്മൾ ആഘോഷിക്കുമ്പോൾ ആ ഓരോ വാർഷികത്തിലും നമ്മുടെ സഖാക്കൾ അന്ന് ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ എത്രമാത്രം നമുക്ക് ശാശ്വതീകരിക്കാൻ കഴിഞ്ഞു, എത്രമാത്രം എപ്പോഴും പെൻഡിങ്ങാണ് പരിശോധിക്കും. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് അന്ന് നമുക്കൊരു ഭീഷണി ഉണ്ടായിരുന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇന്ത്യയിലെ വർഗീയ ശക്തികൾ ഇന്ന് തലകുടിഞ്ഞെഴുതിയിരിക്കുക. ഇന്ത്യ ഒരു വർഗീയ രാഷ്ട്രീയമാക്കി മാറ്റാൻ ഉള്ള വലിയ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് BJPയുടെ നേതൃത്വത്തിൽ. നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പാഠപുസ്തകങ്ങളുടെ പേരിൽ അതുപോലെ മറ്റ് കാര്യങ്ങളുടെ പേരിലൊക്കെ ഈ ഒരു ഹിന്ദു മതത്തിൻ്റെ ആയിട്ടുള്ള സംസ്കാരവും അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് യാതൊന്നും സംസാരിക്കാത്ത, സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്നും പങ്കെടുക്കാത്ത കുറേ BJPയുടെ RSS നേതാക്കന്മാരുടെയൊക്കെ ചരിത്രം വരെ ഇന്ന് അതിൻ്റെ അകത്ത് പിള്ളേരെ പഠിപ്പിക്കുന്ന പാഠപുസ്തകമൊക്കെ എഴുതി തീർക്കാൻ ശ്രമിക്കുക. അതൊക്കെ വളരെ ഗൗരവമാണ് പ്രശ്നം. ഇന്ത്യ രാജ്യത്ത് നമ്മളൊന്ന് പുന്നപ്രയിൽ സഖാക്കൾ ഉയർത്തിയ മുദ്രാവാക്യം ശാശ്വതീകരിക്കണമെങ്കിൽ സന്ധിയില്ലാതെ പോരാട്ടത്തിൽ നാം ഇറങ്ങേണ്ടിയിരിക്കുന്നു. ആ പോരാട്ടത്തിൽ ശക്തി പകരാൻ ഓരോ പുന്നപ്രവയലാ സമരം കൊണ്ട് നമുക്ക് കഴിയുന്നുണ്ട്. ഇതായിരിക്കും പുന്നപ്രവയലാ സമരത്തിൽ നമ്മൾ ഈ മുദ്രാവാക്യ നേട്ടം എന്ന് ആണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറയേണ്ടത്, നമ്മളന്ന് പുന്നപ്രവയലാ സമരം നടത്തി ഉണ്ടായ ആ സമരത്തിൻ്റെ വിജയമാണ് നമ്മൾ കണ്ടത്. 1957 നമ്മുടെ സർക്കാർ 1954 കോഴിക്കോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനം കൂടി എടുത്ത തീരുമാനം. ആ തീരുമാനം എടുത്താൽ 57 ആദ്യമായി EMS കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നു. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ നിന്ന് ആദ്യമായി പ്രഖ്യാപനം നടത്തിയത് നിങ്ങൾ കുടികിടപ്പുകാരല്ല, നിങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോകണ്ട എന്നാണ്. അത് വലിയ പ്രശ്നമായി വിമോചന സമരം നിന്നു. വിമോചന സമരം നമ്മുടെ സർക്കാരിനെ പിരിച്ചുവിട്ടും അതങ്ങനെ തന്നെ നിന്നു. പക്ഷേ 57 വീണ്ടും 67 സർക്കാർ വന്നതിന് പറഞ്ഞ് ഞങ്ങൾ നിങ്ങൾ കിടക്കുന്ന നമ്മൾ പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന 10 സെൻറ്റ് ഭൂമി അവരുടെ സ്വന്തമാണ് എന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ ആ തീരുമാനവും പിന്നെ വന്ന കോൺഗ്രസിൻ്റെ സർക്കാർ അട്ടിമറിക്കുകയുണ്ടായി. അട്ടിമറിച്ചതിന് ശേഷമാണ് നമ്മൾ കണ്ടതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ 1969 ഡിസംബർ മാസത്തിൽ അറവാട് സമ്മേളനം, കോരിച്ചെറിയിൽ മഴയത്ത് നടന്ന അറവാട് സമ്മേളനത്തിൽ വെച്ച് വലിയ ഒരു പ്രഖ്യാപനം, AKG എന്ന പ്രഖ്യാപനം 1970 ജനുവരി മാസം 1-ാം തീയതി എന്ന് പറയുന്ന ദിവസമുണ്ടെങ്കിൽ കേരളത്തിലെ മുഴുവൻ കുടികിടപ്പുകാരും 10 സെൻറ്റ് ഭൂമിയുടെ ഉടമസ്ഥരാകും എന്നുള്ള പ്രഖ്യാപനം നടത്തുകയും ആ പ്രഖ്യാപനത്തിൻ്റെ
ഭാവി എന്നോണം അതിൻ്റെ നടപടി എന്നോണം AKG അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ ഈ കുടികിടപ്പ് സമരത്തിൽ പങ്കെടുക്കുകയും അറസ്റ്റ് വരിക്കുകയും ജയിലിലാവുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഫലമായി ഇന്ന് നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണമാണ്, ഇടതുപക്ഷത്തിൻ്റെ ഭരണമാണ് നടക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ ഭരണം നടക്കുന്നതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായി അന്നുയർത്തിയ പുന്നപ്രവേല സമര സഖാക്കൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ മുഴുവൻ പൂർത്തീകരിക്കാൻ നമുക്ക് അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി നവംബർ മാസം 1-ാം തീയതി നമ്മുടെ സംസ്ഥാനം മാറുകയാണ്. എല്ലാവർക്കും വീടുണ്ടായി കഴിഞ്ഞിരിക്കുന്നു. നല്ല ആരോഗ്യ സംവിധാനം ഏറ്റവും ഇന്ത്യയിൽ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ആരോഗ്യ സംവിധാനമാണ്. കുട്ടികൾ മരിക്കുന്നത് ഏറ്റവും കുറവ് നമ്മളതാണ്. അങ്ങനെ ആരോഗ്യ മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും അതുപോലെ തന്നെ ഈ പട്ടിണിയുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് വീടുകളുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സർക്കാർ കഴിഞ്ഞ 9 വർഷമായി നമ്മുടെ കേരളത്തിൽ അധികാരത്തിലിരിക്കുകയാണ്. ഈ സർക്കാരിനെ പോറ്റി വളർത്തുക, ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് പുന്നപ്രവേല സമര സഖാക്കളുടെ അവരുയർത്തിയ മുദ്രാവാക്യം സാക്ഷാത്കരിക്കാൻ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കൾ, ആ ധീരന്മാർ, അവർ ഉയർത്തിയ മുദ്രാവാക്യം നമ്മുടെ മണ്ണിൽ ശാശ്വതീകരിക്കുന്നതിന് വേണ്ടി ഇതിഹാസോജ്വലമായ പുന്നപ്രവേല സമര സഖാക്കളെ ഓർമ്മിക്കുന്ന ഈ ദിനത്തിൽ അവരുയർത്തിയ മുദ്രാവാക്യം ഈ മണ്ണിൽ ശാശ്വതീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ ഇന്ന് എല്ലാ ജനങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ നിലനിർത്തുകയും അവനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതിനുള്ള പരിശ്രമങ്ങളിലും പരിപാടികളിലും നിങ്ങളാകെ സജ്ജരാകണം, ഇടപെടണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ സംസാരം അവസാനിപ്പിക്കുന്നു. വിപ്ലവാഭിവാദനങ്ങൾ.